കണ്ട കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. രണ്ട് സമ്മാനം കിട്ടി. നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്? ഫുൾ കോൺഫിഡൻസോടെ ടീം ഓർക്ക റെഡി ആയിരിക്കാണ്. ഹായ് ഗൈസ്, ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്. ഒഫീഷ്യൽ കണ്ടക്ടർ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കനയിലായിരുന്നു. ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വേറൊരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ഒരു ഫാമിലി ടൂർ പോവാണ്. നമ്മുടെ ഹോൾ ഫാമിലി ഉണ്ട്. ഒരു സ്റ്റേക്കേഷന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ചാലക്കുടിയുള്ള ഒരു വില്ലയിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ജേണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെ പോയി അതാ മലബാർ വൈറ്റ് ഹൗസിൽ ഇറങ്ങിയേക്കാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്തിയിട്ടില്ല. അപ്പം നമ്മളിപ്പം എന്റർടൈൻമെന്റ് ആകാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ട് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നല്ലൊരു പാട്ടുകാരിയാണ്. ഇന്ന് സൗണ്ട് ഇല്ലാത്ത ക്ഷമിച്ചിരിക്കണം. ഞങ്ങൾക്കൊരു ഇംഗ്ലീഷ് സോങ് ആണ് വേണ്ടത്. Wait a minute, Getty, how you living? 10 toes in when we standing on business. I'm a big stepper, underground methods, top notch shots, get the most, not the lesser. Straight terror, products of your era, pushing culture, baby, you can punch measure, trendsetter, the one who gets a back is answer. You need to come song and ಸ್ವಲ್ಪ ಪಿಚ್ಚು ಮೂಗಿಲ್ ತೋಟ ಮೂಲಿಗೆ ವಾಸೋ ನಿರಂಜವಾನೋ ನೀ ಪಾಡುವಿದೋ ಪೌರ್ಣಮಿಯ ಪನಿ ವಿಡುಗಾಡು ಒಟ್ಟೆಯಡಿಪಾದ ಒಂದು ಕೂಡ ಪುಡಿ ನಡ ಇದು போது எனக்கு இது போதுமே வேறென்ன வேணும் நீ போதுமே இது போது எனக்கு இது போதுமே வேறென்ன வேணும் நீ போதுமே. മൂത്തമ്മയ്ക്ക് ഞാൻ ലിറിക്സ് ഒക്കെ എടുത്ത് പഠിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഞാൻ മൈക്ക് കൈമാറുന്നു. കാണില്ല പാട്ട് ഞാൻ പാടിയില്ല. ആദ്യം വെച്ചിട്ട് പാട്ട് പാടുന്നു. സാഹസത്തിന് മുതിരുന്നതായ ഇളവനോ പടത്തിലെ ഇളക്കുയിലേ കളവക്കൂട്ടണിഞ്ഞു കാറ്റാടി തണലും തണലത്തര മതിലും മതിലില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. അടുത്തതായി നമ്മുടെ മുന്നോട്ടല്ലേ
രാഹുലിന്റെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ചെമ്പരുന്തല്ലേ നിന്റെ കാതിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടിരിക്കല്ലേ. ഞാൻ പാട്ട് പാടുന്നതല്ല, പാട്ട് പറയുന്നതാണെന്ന് കണക്കൂട്ടിയാണ്. പണ്ടു പാടിയ പാട്ടിനൊരെണ്ണം ദൂരെ കണ്ടു കണ്ടാൽ മനമലി ചന്ദ്രകാന്ത കഥയില് മനസ്സിനുള്ളിൽ മാനിക്കാവൽ രണ്ടും ചിന്തുണ്ടേ തിരിയഞ്ചും തേടിയൊന്ന വിളികളുണ്ടേ ചിരിക്കുമ്പോൾ ചിലമ്പുന്ന ചിലങ്ങളുണ്ടേ വലങ്കയിൽ കുസൃതിക്ക് വനകളുണ്ടേ. സോങ്ങാണ്, സംഗതി എടുക്കുന്ന പാട്ടാണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ചെക്ക് ചേട്ടന്റെ വീട്ടില് പട്ടിക്ക് പിടിച്ചു, അത് ചേട്ടത്തിയെ കടിച്ചു, 2 കുട്ടികളെ കടിച്ചു, പിന്നെ അയലത്ത് അവർ 2 പെടലിക്കിട്ടൊരു കടിച്ചേട്ട. हो जाएंगे तो खुद से भी हो जाएंगे जुदा, क्योंकि तुम ही हो, अब तुम ही हो जिंदगी. സൗണ്ട് പോയത് കെട്ടിയ സുവർണ സുന്ദരി ചിഞ്ചിരം ചിഞ്ചിരമോടെ മധുരമര മുതിരും പാട്ടി ദിസത് കൊണ്ടുവാ. എന്താ വേണ്ട മൂത്തമ്മയ്ക്ക് ഒരു ഫാസ്റ്റ് നമ്പർ സോങ് വേണോ ഡാൻസ് കളിക്കാൻ. അതുകൊണ്ട് നമ്മൾ ഇനി ഡാൻസ് കളിക്കാൻ പോവാണ്. Come on everybody. 1 2 3. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇവിടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ലഞ്ചൊക്കെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കഴിച്ചു. ഇതാ ഇവിടെയാണ് ഇനി നമ്മൾ 2 ദിവസം. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെയാണ് കാണാൻ. താങ്ക് യു. നമ്മുടെ ടൂറിലെ മുതിർന്ന അമ്മമാരാണ് ഈ നിരന്നിരിക്കുന്നത്. ഇത് ഡേസി ടിൻസിൻ്റെ അമ്മ, ഇത് അതുല്യൻ്റെ അമ്മ, ഇത് മോനൂട്ടൻ്റെ അമ്മ, ഇത് അജയൻ്റെ അമ്മ, ഇതെൻ്റെ അമ്മ. വിയ ഇഷ്ടായോ ഇവിടെ? വിയൻകുട്ടിന് ഇഷ്ടായോ? ഇഷ്ടായോ? അവന് ത്രെഡ് ഇങ്ങനെ വന്നുണ്ട്. ഹലോ, അപ്പം നമ്മൾ ഇവിടെ എത്തി, ഒന്ന് സെറ്റിലൊക്കെ ആയി. അപ്പം നമ്മളൊന്ന് പൂളിലേക്കൊക്കെ ഇറങ്ങാന്ന് വെച്ച് ഡ്രസ്സൊക്കെ ചെയ്തതാണ്. ഇവിടെ എല്ലാവരും ഒരു 2 സൈഡിലൊക്കെ ആയിട്ടിരുന്ന് വർത്താനാണ്. കാണിച്ചു തരാം.
ഇല്ല. ചായ കണ്ട ആക്രാന്തത്തിൽ ഓടുന്നവരെയാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഹലോ ന്യൂലി മാരീഡ് കപ്പിൾ. ഹലോ, കുറച്ച് വെള്ളം ആദ്യമായിട്ട് കണ്ട കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. ഗൈസ്, ഞാൻ ഈ ഡ്രസ്സ് വടകര ട്രെൻഡ്സ് നിന്നാണ് എടുത്തത്. ഒരാൾ വയനാട്ടിൽ നിന്നാണ് എടുത്തത്. പക്ഷെ എന്താ അറിയില്ല, ഭയങ്കര ചെലുപ്പതിയാണ്. ഞങ്ങൾ സിസ്റ്റേഴ്സിന് രണ്ടുപേരും പാൻ്റ് അടക്കം സെയിം ആണ് എടുത്തേക്കുന്നത്. ഇല്ല, ഞാനിതാ അമ്മ ഹലോ, എല്ലാരും എടുത്തോ. ഹലോ ഗൈസ്, പൂളിൽ നിന്ന് കുളിച്ച് തിമിർത്ത് കളിച്ച് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. ഓരോരുത്തരെ പിടിക്കാൻ പോകുന്ന കളിയും എല്ലാം കഴിഞ്ഞ് വരികയാണ്. ഹലോ, ഇനി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യണം. ഒന്ന് നല്ലോണം പോലെ ഒന്നുകൂടെ കുളിക്കണം. അതൊക്കെയാണ് അടുത്ത പരിപാടികൾ. എന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞു. താഴെ എന്തൊക്കെ ഗെയിമുകളൊക്കെ നടക്കുകയാണ് എല്ലാവരും കൂടെ. നമ്മൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, കളിച്ചാലും കളിച്ചില്ലെങ്കിലും റൂൾസ് വീണ്ടും പറയാം. ഓക്കെ, സോ നമ്മൾ റാൻഡം ആയിട്ട് എല്ലാവർക്കും ഓരോ കാർഡ് തരും. ഇതിൽ ഒരുപാട് കാർഡുണ്ട്. എല്ലാ കാർഡിലും ഓരോ റോയിലും നമ്പേഴ്സ് ഉണ്ട്. സോ റാൻഡം ആയിട്ട് നമ്മൾ എല്ലാവർക്കും ഓരോ കാർഡ് തരും. ഇവിടെ ഈ ഇതിന്റെ പാത്രത്തിന്റെ അകത്ത് നമ്പേഴ്സ് ഉണ്ട്. ഈ പറയക്കകത്ത് കുറെ നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഓരോ നമ്പേഴ്സ് പിക്ക് ചെയ്യും. അപ്പൊ നിങ്ങൾക്കുള്ള നമ്പർ ആണെങ്കിൽ, നിങ്ങളുടെ കാർഡിലുള്ള നമ്പർ ആണെങ്കിൽ നിങ്ങൾ ആ നമ്പർ ഫോൾഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഫോൾഡ് ചെയ്ത് ഫസ്റ്റ് റോ അല്ലെങ്കിൽ സെക്കൻഡ് റോ അല്ലെങ്കിൽ തേർഡ് റോ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, അതായത് ഒരു റോയിൽ ചേർന്ന് 4 നമ്പർ 5 നമ്പർ ഉണ്ട്. ആ റോ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങൾ കൈ പൊക്കണം. ഓക്കെ, കാർഡ് കൊടുക്കുക. ഇവിടെ മിസ്റ്റർ രാഹുൽ ഓരോ നമ്പർ എടുക്കുന്നതാണ്. എന്നിട്ട് നമ്പർ നമ്മൾ പറയും. ആ നമ്പർ നിങ്ങളുടെ കാർഡിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റോ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയി, നിങ്ങൾ അപ്പൊ കൈ പൊക്കിയിട്ട് ബിങ്കോ എന്ന് പറയണം. ബിങ്കോ. ഓക്കെ, ഒരു എക്സാമ്പിൾ കാണിച്ചുതരാം. സിമ്പിൾ എക്സാമ്പിൾ. ഓക്കെ, മോനുട്ടാ ഒരു 2 നമ്പർ പിക്ക്. നമ്പർ 34. നമ്പർ 34 ആർക്കെങ്കിലും കാണുന്നുണ്ടോ? ഉണ്ടോ? ഇത് നമ്പർ 34 കാർഡുണ്ട്, റൈറ്റ്? അപ്പൊ ഇത് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം, ബാക്ക്വേർഡ് ഫോൾഡ് ചെയ്യാം, റൈറ്റ്? അപ്പൊ അവിടെ ഫസ്റ്റ് ലൈനിലെ ഒരു നമ്പർ പോയി. ഇതിപ്പം 3 റോ ഉണ്ട്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ആദ്യം ഫസ്റ്റ് റോ 5 നമ്പർ തീർക്കുന്ന ആൾക്ക് ജയിക്കാം. അതായത് ഫസ്റ്റ് റോ ജയിച്ചു എന്നാവും. ആദ്യം സെക്കൻഡ് റോ തീർക്കുന്ന ആൾക്ക് സെക്കൻഡ് റോ ജയിച്ചു എന്നാവും. ആദ്യം തേർഡ് റോ തീർക്കുന്ന ആൾക്ക് തേർഡ് റോ ജയിച്ചു എന്നാവും. മൊത്തം തീർക്കുന്ന ആൾക്ക് ഫുൾ ഹൗസ്. ഓക്കെ, ഫസ്റ്റ് റോ തീർക്കുന്ന ആൾക്ക്, ആരാണ് ആദ്യം ഫസ്റ്റ് റോ തീർക്കുന്നത് അവർക്ക് മാത്രം 100 രൂപ. ഈ സെന്റർ റോ, അതായത് സെക്കൻഡ് റോ തീർക്കുന്ന ആൾക്ക് 100 രൂപ. തേർഡ് റോ ആദ്യം തീർക്കുന്ന ആൾക്ക് 100 രൂപ. ഫുൾ ഹൗസ് ആദ്യം തീർക്കുന്ന ആൾക്ക് 500 രൂപ ഒരാൾക്ക്. നമ്പർ 25. നമ്പർ നെക്സ്റ്റ് നമ്പർ 20. തേർഡ് റോ കംപ്ലീറ്റ് ആയിരിക്കാതെ നമ്മുടെ ഓക്കെ 100 rupees തേർഡ് റോ. ഇനി ആർക്ക് തേർഡ് റോ കിട്ടിയാലും കാര്യമില്ല, കാരണം തേർഡ് റോ ഓൾറെഡി കംപ്ലീറ്റ് ആയി. രണ്ടാമത്തെ സമ്മാനം 100 രൂപ നേടിയിരിക്കുന്നത്
അമ്മ. അപ്പൊ എല്ലാവരും കൈയടിക്കി. അപ്പൊ ഈ ഭാഗത്തിരിക്കുന്നവർക്ക് 2 സമ്മാനം കിട്ടി. നിങ്ങൾ അവിടെ എന്താ ചെയ്യുന്നത്? ഇവിടെ തന്നെ കൊണ്ടുപോയി സമ്മാനം. നമ്മുടെ അജയുടെ അച്ഛൻ മിസ്റ്റർ പ്രദീപ്. Okay, third prize for Rico, ₹200. Okay. Simon, say sit down. Stand up. Simon, say stand up. Second prize, Shafani, ₹300. And first prize, Amol, ₹500. ഹലോ, അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിമുകളെയൊക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അതിനിടയ്ക്കിതാ ഇവിടെ ഞങ്ങളുടെ മത്സരം, പോരാട്ടം. സുജിത് വേഴ്സസ് രാഹുൽ. എവിടെ അക്കച്ചി വിയാ? കപ്പിൾസായ അജയ് ആൻഡ് അശ്വതിയിലെ അജയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ സെലിബ്രേഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സെക്കൻഡ് ഡേ ആയിട്ടോ. ഇന്നലെ രാത്രി പിന്നെ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ഞങ്ങൾ ദംഷറാഡ്സ് കഴിച്ച് 2 ടീമായിട്ടാണ് കളിച്ചത്. എന്നിട്ട് ഞങ്ങൾ അടിച്ച് പിരിഞ്ഞ് തല്ലൊക്കെ കൂടി നല്ല കോമഡി ആയിരുന്നു. അതിനെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. പിന്നെ എന്താ സെക്കൻഡ് ഡേ ആണിപ്പോൾ. ഞാനിപ്പോൾ ഇവിടെ രാവിലെ തന്നെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിപ്പുദി, ശ്രേയൻ്റെ വ്യാൻ്റെ ചിപ്പുദീദിയാണിത്. ചിപ്പുദീദി. ഇനി എന്താ ഇന്നത്തെ പ്ലാൻ? ഇന്നെന്താ നമ്മുടെ പ്ലാൻ? ഇന്ന് നമ്മൾ ഡെഫിനറ്റ്ലി പൂളിൽ ചാടുമായിരിക്കും. പിന്നെ ഇവിടെ കുറേ സ്ഥലമുണ്ട് കേട്ടോ, ഇങ്ങനെ നടന്ന് കാണാനെല്ലാം. നോക്കണം. അപ്പം അതൊക്കെ ഒന്ന് ഇറങ്ങിയൊക്കെ നോക്കണം. എണീറ്റ ഹാലിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയാണിപ്പം. ഞാൻ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഉണ്ടെങ്കിൽ അഥവാ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് ആക്ച്വലി റിസോർട്ടല്ല, ഇത് നമുക്ക് മാത്രമായിട്ടുള്ളൊരു പ്രൈവറ്റ് വില്ല സെറ്റപ്പാണ്. അപ്പം നമ്മൾ നമ്മുടെ ഫാമിലിക്ക് മാത്രമാണ് ഇവിടെ ഈ വില്ലയിൽ നമ്മൾ മാത്രമാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ 2 ദിവസത്തേക്കാണ് ഇവിടെ
നമുക്ക് മാത്രമായിട്ട് എല്ലാ ആക്സസും നമ്മൾ മാത്രമാകുമ്പോൾ എന്ന് വെച്ചാൽ എല്ലാ ആക്സസും നമുക്ക് മാത്രമായിരിക്കുമല്ലോ, നമ്മുടെ ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പൂളിലാണെങ്കിലും ഗെയിം സെക്ഷൻ ഏരിയയിലാണെങ്കിലും എല്ലാം. അപ്പം അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും റിസോർട്ടിലാണ് പോകുന്നത്. അപ്പോൾ റിസോർട്ട് സെറ്റപ്പ് വിട്ടിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം നോക്കിയത്. ആൻഡ് ഇത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, നല്ലതായിട്ടാണ് തോന്നിയത്. അപ്പോൾ നല്ലതായിട്ടാണ് തോന്നിയത്. കാരണം നമുക്ക് പൂളിൽ പോകണമെങ്കിൽ എപ്പോഴും നമ്മുടെ ആൾക്കാരാ, അല്ലെങ്കിൽ അത് ഫ്രീ ആയിട്ട് അവിടെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ മൊത്തത്തിൽ നല്ല രസമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ നല്ല പീസ്ഫുൾ കാം അറ്റ്മോസ്ഫിയറാണ്. ഇതാരോ ചിപ്പു. എന്തെങ്കിലും നൈസ് അല്ലേ? ആഴമുള്ള കിണറാണോന്ന് അറിയില്ല, മേലെ വരെ വെള്ളമുണ്ട്. നിന്നെ ഇതിലെടുത്ത് എറിയുന്നുണ്ട് ഞാൻ നീന്തുന്നല്ലേ? പൂളുള്ള ഏരിയ കാണാൻ ഒരു പ്രത്യേക ഫീലുണ്ട് അല്ലേ? മരങ്ങളും ഞങ്ങള് വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഫുള്ള് വെള്ളം ക്ലീൻ ആക്കിയില്ലേ? ആ come on baby. ഇങ്ങോട്ടേക്കൊക്കെ റൂംസ് ഉണ്ട്. മേലെ സ്പായാണ്, ആയുർവേദിക് സ്പാ. ഇതൊരു റൂമാണ്. പിന്നെ അങ്ങോട്ടേക്കൊക്കെ റൂംസാണ്. ഇവിടെ ഗെയിമൊക്കെ കളിക്കുന്ന സെക്ഷൻ. റൂമിലാണ്. ഇവിടെ എക്സ്ട്രാ ബെഡൊക്കെ ഉണ്ട്. റിയാൻ ബേബി നല്ല ഉറക്കമാണ്. ഞാൻ കോഫി ഉണ്ടാക്കാം. വീണ്ടും ഞാൻ ഇവിടെ തന്നെ എത്തി. ഇവിടെ ഇരിക്കാനാണ് ഏറ്റവും സുഖം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാവരും ഡിസ്കഷനിലാണ്. ആദ്യം പൂളിൽ പോകണോ, പിന്നെ സ്പായ്ക്ക് പോകണോ, പിന്നെ പൂളിൽ പോകണോ. അപ്പോൾ അവർ തീരുമാനം എടുക്കട്ടെ. അപ്പോഴത്തേക്കും പൂളിൽ പോകുമ്പോൾ എല്ലാവരും കൂടെ പോകുമ്പോഴാണ് രസം. അപ്പോൾ അവർ തീരുമാനം എടുക്കട്ടെ. അതുവരെ ഞാനിങ്ങനെ ആടി കോഫിയൊക്കെ എൻജോയ് ചെയ്തിങ്ങനെ ഇരിക്കാന്ന് വെച്ചു. തിരികെ കോഫി എങ്ങനെ ഉണ്ട്? താങ്ക് യു. ഹലോ
ഹലോ, അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നല്ല സ്പോട്സ് ഉണ്ട്, ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സ്പോട്സ് ഉണ്ട്. അവിടെ നിന്നൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പുറത്തെല്ലാവരും വീണ്ടും ഗെയിം കളിക്കാനുള്ള മൂഡിലാണ് എല്ലാവരും. അപ്പം നമ്മളൊരു മെമ്മറി ഗെയിം കളിക്കാൻ വെച്ചു. അപ്പോൾ എല്ലാവരും കൂടെ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഫൈനലിൽ വന്നത് സുചേട്ടനും പിന്നെ ചേച്ചിയുടെ മോള് ഷെഫാലിയാണ്. അതിൽ ഷെഫാലിയാണ് വിൻ ചെയ്തത്. ഇതെന്താ 3 ആളാണോ ചെസ് കളിക്കുക? അയ്യോ, ലുഡേ ആയിരുന്നു. വേണം ആക്ച്വലി, എന്നാലേ രസമുള്ളൂ. 2 രസം പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും ഗെയിം കളിക്കാനുള്ള ഒരു മൂഡിലാണ് എല്ലാവരും. അപ്പോൾ നമ്മളൊരു മെമ്മറി ഗെയിം കളിക്കാമെന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും കൂടെ അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഫൈനലിൽ വന്നത് സുചേട്ടനും പിന്നെ ചേച്ചിയുടെ മോള് ഷെഫാലിയാണ്. അതിൽ ഷെഫാലിയാണ് വിൻ ചെയ്തത്. Mirror, speaker, TV, rubber band, orange, banana, remote, shoes, frame, window, phone, dining table, piano, keyboard, AC, fan, wiring, sofa, door, light, charger, curtain, table, chair, saxophone, mic, tissue, flute, bench, apple, clock, table, violin, desk, mirror, speaker, TV, gramophone, orange, banana, remote, shoe, frame, window, phone, dining table, piano, keyboard, AC, fan, wiring, sofa, door, light, charger, curtain. അടുത്തതായി ഇവിടെ ഞങ്ങളുടെ അമ്മമാരുടെ പ്രത്യേക ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് കാണാൻ പോകുന്നത്. അപ്പം നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചു. കുറേ ഗെയിമിൻ്റെയൊക്കെ ഇടയ്ക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാനൊന്നും പറ്റിയില്ല. എങ്ങിട്ടാണ് പോകണ്ടേ വിയാൻ? എന്നെ വലിക്കുന്നതാണ് എവിടെയോ പോകാൻ. ഇപ്പം നമ്മൾ വീണ്ടും പൂളിലേക്ക് പോവുകയാണ്. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ്. ഇനി പൂളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ ഉണ്ട്. അപ്പം അതിന് ശേഷം എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫുഡ് കഴിക്കാൻ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പം പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്കും ക്യാമ്പ് ഫയറിന് ഇടയ്ക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ പൂളിൽ നിന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഗെയിമാണ് ഇത്തവണ കളിച്ചത്. അതായത് നമ്മൾ പല കളറിലുള്ള ബോൾസ് പൂള് ഫുള്ള് സ്പ്രെഡ് ചെയ്യും. അത് വെള്ളത്തിന് മുകളിൽ പൊന്തി നിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു ബോൾസ്. അപ്പോൾ അതിൽ നമ്മൾ 2 ബോൾസ് മീൻസ് 2 കളേഴ്സ് സെലക്ട് ചെയ്തിട്ട് 2 പാത്രത്തിലായിട്ട് കൊണ്ടുവന്ന് ഫില്ല് ചെയ്യണം. 10 ബോൾസാണ് ഒരെണ്ണം ഒരു കളറ് വരുന്നത്. അത് നമ്മൾ 3 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. ടീം ഡോൾഫിൻ, ടീം പെൻഗ്വിൻ ആൻഡ് ടീം ഓർക്ക. അങ്ങനെ 3 ടീമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോ ടീമിനും ഇഷ്ടമുള്ള 2 കളേഴ്സ് ചൂസ് ചെയ്യാം. എന്നിട്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് 10 ബോൾസ് 2 കളറിലും 10 ബോൾസ് ആരും ഫസ്റ്റ് കളക്ട് ചെയ്യുന്നോ അവർ വിന്നേഴ്സ്. ഡോൾഫിൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അവർ അവരുടെ പ്ലേ ഏരിയയിലേക്ക് പോകുന്നതാണ്.
ഡോൾഫിൻ ഭയങ്കരമായ മത്സരമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആവശ്യമില്ല കഴിഞ്ഞാല് 1 minute 6 seconds. 1 minute 6 seconds. ടീം ഡോൾഫിന്റെ പ്ലേ കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ടീം പെൻഗ്വിന്റെ ഗെയിമാണ്. One minute 17 seconds. അല്ല അവരാ ഫസ്റ്റ്. അവർ 1 minute 6 സെക്കൻഡ്, നിങ്ങൾ 1 minute 17 സെക്കൻഡ് 10 മിനിറ്റ്. അപ്പൊ ടീം പെൻഗ്വിന്റെ ഗെയിമാണ് ഇപ്പൊ കണ്ടത്. ടീം ഡോൾഫിനേക്കാളും ടൈം എടുത്തു ടീം പെൻഗ്വിൻ. ഇനി നമുക്ക് ടീം ഓർക്കയുടെ ഗെയിം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫുൾ കോൺഫിഡൻസോടെ ടീം ഓർക്ക റെഡി ആയിരിക്കാണ്. 1 go. അങ്ങനെ ഗെയിമിന്റെ അവസാനം ടീം ഡോൾഫിൻ ജയിച്ചിരിക്കുകയാണ്. ഹലോ, അപ്പം നമ്മൾ പൂളിലെല്ലാം പോയി ഗെയിംസും എല്ലാം കഴിഞ്ഞെത്തി. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം. കുളിച്ചതിന് ശേഷം ക്യാമ്പ് ഫയറിന് പോവാണ്. അവിടുന്ന് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അവിടുന്ന് കാണാം. ഹലോ, അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി. താഴെ എല്ലാവരും ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് അവിടെ സെറ്റൊക്കെ ചെയ്തു. എല്ലാവരും അവിടെ ഉള്ളത്. ഞങ്ങളാണ് ലാസ്റ്റ് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ടി അവിടെ മയക്കിൽ വിളിയൊക്കെ നടന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോൾ പോയി നോക്കട്ടെ എന്താ അവിടുത്തെ അവസ്ഥ. നമ്മള് എന്താ പറയാ, എതിർ ടീമിനെ ജഡ്ജ് ചെയ്യണം. അവരെന്തായിരിക്കും പറയാനുള്ളത്. റോക്ക് പേപ്പർ എല്ലാവരും കളിച്ചിട്ടുണ്ടാവില്ലേ? ഓക്കെ, അതുപോലെ തന്നെയുള്ള ഒരു ഗെയിമാണ്. 30 seconds ഞാൻ തരുന്നതായിരിക്കും. ആ 30 secondsൽ നിങ്ങൾ ചുറ്റും നിന്നിട്ട് ഡിസ്കസ് ചെയ്യണം 3 ചിഹ്നങ്ങൾ. അതായത് അമ്പ്, പിന്നെ ചുമര്, മുയൽ. റാബിറ്റ് ടീം മുയൽ വെച്ചു, റാബിറ്റ് വെച്ചു. നിങ്ങളുടെ ടീം റാബിറ്റ് വെച്ചു, നിങ്ങളുടെ ടീം ചുമര് വെച്ചു. അവർക്ക് കാരണം റാബിറ്റ് ചുമരിന്റെ മേലേക്ക് ചാടും. ഓക്കെ, നിങ്ങളുടെ ടീം ചുമര് വെക്കുമ്പം ഇവര് ഇത് അമ്പ വെച്ചെങ്കിൽ ഇവർക്ക് 1 point. കാരണം എന്താ, അമ്പ് ചുമരിനെ കൊണ്ടു കഴിഞ്ഞാല് ഒന്നും സംഭവിക്കില്ല, താഴെ വീഴും. അപ്പൊ വോളിന് 1 point. 3, 2, 1 go. ഇപ്പൊ ടീം 1 ജയിച്ചു അല്ലേ? ടീം 1ും 3യും കോമ്പീറ്റ് ചെയ്തിട്ട് ടീം 1 ജയിച്ചു. ഇപ്പൊ ഈ ടീം 2ഉം ടീം 4ഉം കോമ്പീറ്റ് ചെയ്യാൻ പോവാണ്. 2 ടീം 4 ഈ ടീമിൽ ഒരാൾ മാത്രം അമ്പ് കളിച്ചു, ബാക്കി 4 ഗോൾ കളിച്ചു. വശ്യേറിയ പോരാട്ടമാണ് രണ്ട് വിജയിച്ച ടീമുകൾ തമ്മിൽ.
1, 2, 3, go. അങ്ങനെ ആ ഗെയിമിൽ ഞങ്ങൾ 4th ടീം നൈസായിട്ട് തോറ്റു. പക്ഷെ നമ്മൾ ഓക്കെ, ഫസ്റ്റ് ടീം 1 ജയിച്ചിരിക്കണു. ഹലോ, അപ്പൊ നമ്മൾ വീണ്ടും ഹൗസി കളിക്കാൻ പോവാണ്. ഹൗസി ഇഷ്ടാണോ? ഇന്ന് മരുന്ന് കഴിച്ചല്ലോ, അതാണ് ഇനിയിപ്പൊ രാത്രി കൊടുക്കാം. ഗൈസ്, നമുക്ക് ജയിക്കണം. അപ്പൊ നമുക്ക് നല്ലോണം നോക്കിയെടുക്കാം. നമ്മളെടുത്ത കാർഡ് ഗെയിം ഓൾറെഡി ഇന്നലെ കളിച്ചതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇന്നത്തെ വിന്നേഴ്സിനെ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. Ishani, 100 rupees. The first winner for second row is Ishani. Any second row? Congratulations Muttama, congratulations Ishani. Third row ku vendiyana ini bingo. Okay, so bingo for Vian. Third row, Vian kondu verikkana 100 rupees plus 100 rupees for the first row. Ishani 600 rupees അടിച്ചുകൊണ്ട് ഈ ലക്കിട്ട് ഈ ശശിധരൻ 300 രൂപ അച്ഛൻ ജയിച്ചിരിക്കുകയാണ്. സോ first prize and second prize for full house is done. Ajay 200 രൂപ അജയ് കൊണ്ടുപോയിരിക്കുകയാണ്. അങ്ങനെ ഹൗസി 1 പോയിന്റ്. ഹലോ, ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് ഡേ ആയി. ഇന്നലെ രാത്രി പിന്നെ നമ്മൾ ക്യാമ്പ് ഫയർ കഴിഞ്ഞ് അവിടെ ഗെയിമൊക്കെ കളിച്ച് ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും പോയി ഉറങ്ങി. ഇപ്പം നെക്സ്റ്റ് ഡേ ആയി. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഇതിലേക്കൂടെയൊക്കെ നടക്കാൻ വന്നതാണ്. പൂളിൻ്റെ ഏരിയ ആണ്. നല്ല കുഞ്ഞു കുഞ്ഞു വഴികളൊക്കെ ഉണ്ട് ഇവിടെ. ഇതിലിങ്ങനെ ഒന്ന് നടക്കാൻ വിചാരിച്ചു. മോർണിംഗ് കാണിച്ചു തരാം വഴികൾ. കുറേ എണ്ണം രാവിലെ തന്നെ എണീറ്റ് കണ്ണ് തുറന്ന് നേരെ വന്ന് പൂളിൽ വീണിട്ടുണ്ട്. കാണിച്ചു തരാം. സുജേട്ടൻ എണീറ്റിട്ട് നേരെ വന്ന് ഇതിൽ വീണതാ. ചോദിച്ചതാ. No, no. No, 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 no. അപ്പം നമ്മൾ റെഡിയായി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പോവും. നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് പറയാം. എല്ലാവരും ബാഗ് പാക്ക് ചെയ്ത് താഴെ എത്തി. ഇവിടെ എല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കാണ്. മോനുട്ടാ, സോറി രാഹുൽ, എന്താണ് ഈ ടൂറിനെ പറ്റി താങ്കളുടെ അഭിപ്രായം? എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോയി. എൻജോയ് ചെയ്തോ? നല്ല എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ വന്ന് 20 ദിവസത്തിനുള്ളിൽ എനിക്ക് അത് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനി തിരിച്ച് പണി കൊടുത്തു. സങ്കടമുണ്ടോ? സങ്കടമേ ഉള്ളൂ. UK തിരിച്ച് പറക്കാണ് അല്ലേ? ഫോട്ടോ പോസിങ്. ഹലോ, അപ്പം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പം എല്ലാവരും 1 by 1 ആയിട്ട് വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്.
ഗായ്സ്, അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ വാഴച്ചാൽ വാട്ടർഫോൾസ് അല്ലേ? അവിടെയാണ് എത്തിയിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ, എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതിന് മുന്നേ വന്ന കുറേ പേരുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് കുരങ്ങ് പിടിച്ചേ. ഹായ് ഗായ്സ്, ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ്, കാണിച്ചു തരാം. പണ്ടല്ല ഇവിടെ ഇറങ്ങലുണ്ട്. ഈ രണ്ട് മണ്ടന്മാർ എന്നെ മണ്ടത്തിയാക്കാൻ നോക്കുകയാണ്. ഈ കല്ലുകൾ മൊത്തം അതാ ഫസ്റ്റ് മണ്ടത്തി. ഈ കല്ലുകളൊക്കെ ഇവിടെ മാനുവലി കൊണ്ടുവച്ചതാണ് പോലും. ഇത് ഞാൻ വിശ്വസിക്കണം. ആൾക്കാർക്ക് മനസ്സിലാക്കും ഇവിടെയുള്ള ഓരോ കല്ലും. ഇത് വാഴച്ചാലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് വാഴച്ചാൽ വാട്ടർഫോൾസ് ആണ്. ഒഫീഷ്യൽ കണ്ടക്ടർ കിട്ടിയിട്ടുണ്ട്. ആതിരപ്പള്ളി ആളെ കണ്ടോ? സ്റ്റുഡന്റ് പാസ് ഉള്ള ആൾക്കാർ ഇങ്ങോട്ടോ. സീറ്റിൽ പറ്റില്ല. സ്റ്റുഡന്റ് പാസ് പിന്നെ ഞങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ വാഴച്ചാലിന്ന് ഇപ്പം അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കുറേ പേരൊക്കെ ഒരുപാട് തവണ വന്നവരൊക്കെ ഉണ്ട്. ഇവരൊക്കെ നിങ്ങളൊക്കെ സെക്കൻഡ് ടൈം, തേർഡ് ടൈം? So from what I know, she'll be like, okay, this is cool. But ഇനി അവൾ വരില്ല. ഒരുപാട് നടക്കാനുണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും എല്ലാവരും കൂടെ നടക്കുമ്പോൾ ഫണ്ണായിരിക്കും എന്ന് വിചാരിക്കുന്നു. നമുക്കിങ്ങനെ നടന്നു പോകാം. ഐസ്ക്രീം ആണോ? സുജേട്ടാ, ഐസ്ക്രീം വാങ്ങിത്തരുമോ? ഐസ്ക്രീം ഒപ്പിച്ചു ഗൈസ്. ചോക്ലേറ്റ് ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ അടിപൊളി വ്യൂ ഉള്ളൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്, കാണിച്ചു തരാം. എന്ത് സുജേട്ടാ, കയറ്റം വലിയുന്നില്ലേ? അങ്ങോട്ടും ഇത്രയും കനയില്ലായിരുന്നു. മേത്ത് കയറി വന്ന് അങ്ങോട്ട് കൊടുക്കും, അങ്ങനെ ആക്കിയിട്ട് കൊടുക്കും. വേണം. അടിപൊളി. ഒരാൾ വലിയ കാര്യത്തിൽ പോയി വാങ്ങിച്ചൊരു സാധനമാണ്. ഹലോ ഗായ്സ്, അപ്പം അതിരപ്പള്ളി വാട്ടർഫോൾസ് കണ്ട് ഞങ്ങൾ വന്നു. ഞാൻ ഫോർ ദ ഫസ്റ്റ് ടൈം കണ്ടു. സൂപ്പറാണ്. നടക്കാൻ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് വലിയ ദൂരം, ചെറിയ കയറ്റമൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. നല്ല രസമായിരുന്നു. എല്ലാവരും കൂടെ കോമഡിയൊക്കെ പറഞ്ഞ് നടന്നു വന്നു. പിന്നെ നമ്മൾ ലഞ്ച് എവിടെന്നെങ്കിലും കഴിക്കും. പിന്നെ നേരെ ബാക്ക് ടു ഹോമാണ്. അപ്പം ഇനിയിപ്പോൾ പോകുന്ന വഴിയും ഫുഡ് കഴിക്കുന്നതൊന്നും നിങ്ങളെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വ്ളോഗിൽ കാണുന്നവരെ see you, bye.